കുറച്ച് ദിവസത്തെ ക്ലീനിങ് പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മുടെ ടെറസ് ഒന്ന് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. പച്ചപ്പും ഹരിതാപമൊക്കെ തിങ്ങി നിറഞ്ഞില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഒരു പച്ചപ്പ് നമുക്കും കാണിക്കാനും കാണാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് മൊബൈലും കൊണ്ട് ഇറങ്ങിയത്. എങ്കിലും 2 പേര് നമ്മുടെ കണ്ണിൽ പെട്ടു കേട്ടോ. പപ്പു പറഞ്ഞ പോലെ ഇവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഈ 2 മുളക് ചെടിയും തമ്മിൽ വല്ലാണ്ട് സൂക്ഷിച്ച് നോക്കാണ്ട് തന്നെ അവരുടെ കുഴപ്പം നമുക്ക് പിടുത്തം കിട്ടും. ഇപ്പോൾ ഈ ചെടിക്ക് കണ്ടു, എല്ലാ ഇലകളും ഏകദേശം ഒരേ കളറാണ്. തന്നെയല്ല, ഇതിൻ്റെ എല്ലാ പൂവുകളും ഒരു ആദ്യം മുതൽ തന്നെ അത് മുട്ട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഇതിൻ്റെ പൂവ് മുഴുവൻ കൊഴിഞ്ഞു പോവാണ്. ഇതിൻ്റെ ഇലകൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും, പലതും പല കളറാണ്. അപ്പോൾ അതിനെ ഏതൊക്കെയോ മൂലകങ്ങൾ വലിച്ചെടുക്കാൻ പറ്റാതെ ആവുകയും കിട്ടാതെ ആവുകയും ചെയ്തിട്ടുണ്ട്. 2 മുളക് ചെടികളും ഒരേ സമയത്ത് ഒരേപോലത്തെ ഗ്രോ ബാഗിൽ ഒരേ സ്ഥലത്ത് എന്ന് പറയാം, അത്രയും അടുത്ത് നിൽക്കുന്നവരാണ് 2 പേരും. പക്ഷേ അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളെ കൊണ്ട് ഒരാൾക്ക് മൂലകങ്ങളൊന്നും വലിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല, മറ്റാൾ നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് മൂലകങ്ങൾ വലിച്ചെടുക്കലും പോഷകങ്ങളുടെയും കുറവായപ്പോൾ തന്നെ അതിലത്തെ പൂവ് ഇതുവരെ ഒന്നും കായ പിടിച്ചിട്ടില്ല. എല്ലാതും ഒരു 4 പൂവായി കൊഴിഞ്ഞു പോണു. അപ്പോൾ നമുക്കിനി അവരുടെ കുഴപ്പങ്ങൾ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള മൂലകങ്ങൾ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിലെ കാൽസ്യത്തിൻ്റെയും മാഗ്നീഷ്യത്തിൻ്റെയും അയേണിൻ്റെയും ഒക്കെ കുറവാ ചെടിയുമ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നും കണ്ടുപിടിക്കാനായിട്ടുള്ള കളർ ഡിഫറൻസുകൾ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇനിയുള്ള വരുന്ന വീഡിയോസിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഈ വീഡിയോ വല്ലാതെ വലുതായി പോവില്ലേ. അപ്പോൾ ഇതിന് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മൈക്രോ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചെടികൾക്ക് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ മാറ്റി മാറ്റി കൊടുക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഒരേ സാധനം തന്നെ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ മാറി മാറി നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാം. അപ്പോൾ ഓരോന്നിലും അടങ്ങിയിട്ടുള്ള മൂലകങ്ങളും പോഷകങ്ങളും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ചെടികൾക്കും പലതരത്തിലുള്ള ജൈവ വളങ്ങളായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കും അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും അവരുടേതായ കുറവുകൾ നികത്തിയെടുക്കാനായിട്ടും അവർക്ക് പറ്റും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മൂലകങ്ങൾ വ്യത്യാസമായിട്ട്, മൂലകങ്ങളെന്ന് വെച്ചാൽ ജൈവവളങ്ങൾ, അപ്പോൾ അതിലടങ്ങിയിട്ട് ഇപ്പം നമുക്ക് നൈട്രജൻ്റെ ആവശ്യങ്ങൾക്ക് നമുക്ക് ശീമക്കൊന്നയുടെ ഇല, ചാണകങ്ങൾ, അതായത് ജൈവ സ്ലറികൾ അങ്ങനത്തെയൊക്കെ കൊടുക്കുമ്പോൾ ഒരുവിധമൊക്കെ നമ്മുടെ നൈട്രജൻ്റെ അളവാണ് മെയിനായിട്ടും അവർക്ക് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് മുട്ടത്തൊണ്ട് പൊടിച്ചത്, അതുപോലെ ചായപ്പൊടി, പഴത്തൊലി, അതൊക്കെ നമുക്ക് ഇത് നമ്മൾ ഡ്രൈ ആയിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നമുക്ക് എഫക്റ്റ് കണ്ടിട്ടുള്ളത് എപ്പോഴും സ്ലറികളായിട്ട് കൊടുക്കുമ്പോഴാണ്. അതായത് ഈ പറഞ്ഞ നമ്മുടെ പഴത്തൊലി, മുട്ടത്തോട്, ചായത്തൊണ്ട്, ഉള്ളിത്തൊലി ഇതൊക്കെ നമുക്ക് അരച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അവർ കൂടുതൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യണതും വലിച്ചെടുക്കണതും, അതുപോലെ തന്നെ ചെടികളിൽ വളരെ പെട്ടെന്ന് ആ വ്യത്യാസങ്ങൾ കാണാനും പറ്റും. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേട്ടോ. അതായത് ശരിക്കും നട്ടുച്ച എന്ന് പറയണ സമയമാണ്. മാത്രമല്ല വെയിൽ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ വാട്ടങ്ങളൊക്കെ ചെടികൾക്ക് കാണാനുണ്ട്. അപ്പോൾ ഈ മുളക് ചെടി നോക്കിയാൽ ഇതിൻ്റെയും കണ്ട ഇലകൾ ഡബിൾ കളറും ട്രിപ്പിൾ കളറൊക്കെ ആയിട്ട് വരണേ. അപ്പോൾ അതൊക്കെ പല കളറിൽ നിൽക്കുമ്പോൾ കാണാൻ ഭംഗിയുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ അവയുടെ ആരോഗ്യമാണ് അവർ സൂചിപ്പിക്കണേ കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് പ്രതിവിധികൾ ചെയ്ത്, അതായത് മറ്റൊന്നുമല്ല, നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ കുറച്ചും കൂടിയും എഫിഷ്യൻ്റായിട്ട് കൊടുക്കണം എന്നുള്ളതിൻ്റെ സൂചനകളാണ് അത് മുഴുവൻ. ചെടികളിൽ മഞ്ഞ കളർ വരുന്നതിന് പല കാരണങ്ങളുണ്ട്. വെയിൽ കൂടിയാൽ, വെയിൽ കുറഞ്ഞാൽ, വെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് സൂര്യപ്രകാശം കേട്ടോ. സൂര്യപ്രകാശത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ മഞ്ഞയ്ക്കും, വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇലകൾ മഞ്ഞയ്ക്കും, മറ്റ് ഫംഗസ് വന്നു കഴിഞ്ഞാൽ ഇലകൾ മഞ്ഞയ്ക്കും, നമ്മുടെ കാൽസ്യം, മാഗ്നീഷ്യം, അയൺ ഇതിൻ്റെയൊക്കെ കുറവുണ്ടായാൽ ഇലകൾ മഞ്ഞയ്ക്കും. ഇവരുടെയൊക്കെ കുറവ് മാത്രമല്ല, കൂടുതലുണ്ടായാലും അതുപോലെ ഏതെങ്കിലും ഒരു മൂലകം ചെടി വലിച്ചെടുക്കാതിരുന്നാലും ഒക്കെ ആ ഡിഫറൻസുകൾ ചെടികളിൽ കാണിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ എല്ലാ മൂലകങ്ങളും ഇട്ട് കൊടുത്തു. അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കാൽസ്യം ഡെഫിഷ്യൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡോളോമൈറ്റ് ചെടിയുടെ കടയ്ക്ക് ഇട്ട് കൊടുത്തു എന്നതുകൊണ്ട് ചെടി അത് വലിച്ചെടുത്തോളണം എന്നില്ല. അപ്പോൾ കാൽസ്യം അതിലത്തെ അബ്സോർബ് ചെയ്യണമെങ്കിൽ അതിന് ചിലപ്പോൾ മറ്റുള്ള മൂലകങ്ങളുടെ ആവശ്യം ഉണ്ടായിരിക്കും. അതായത് അയേൺ ഉണ്ടെങ്കിലായിരിക്കും ചിലപ്പോൾ വേരുകൾ
കാൽസ്യത്തിനെ വലിച്ചെടുക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ അതിൽ അയേണിൻ്റെ കുറവ് വന്നാലും ഒരുപക്ഷെ അത് കാൽസ്യം വലിച്ചെടുക്കാതിരിക്കാം. അപ്പോൾ കാൽസ്യം ഇല്ലാണ്ടാവുമ്പോൾ അത് ചിലപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി ആയിരിക്കും ചെടി കാണിക്കണത്, പക്ഷേ ചെടിക്ക് ആവശ്യമുള്ളത് അയേണായിരിക്കും. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് പ്ലാന്റിന് വരാം. എങ്കിലും നമ്മളതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളത് ട്രീറ്റ് ചെയ്ത് അതിനുള്ള വളങ്ങൾ കൊടുക്കുമ്പോഴാണ് ചെടികൾ നല്ല രീതിയിൽ പൂവും കായൊക്കെ ആയിട്ട് വരിക കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയിൽ വേറൊരു ദിവസം കാണാം. നമ്മുടെ പ്ലാന്റ്സൊക്കെ ഇഷ്ടമാവാണ്, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ.